എനിക്ക് പാടാൻ വലിയ വശമൊന്നുമില്ല. എന്നാലും ഒന്ന് രണ്ട് കാര്യം ഒന്ന് സന്തോഷം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ കരയാർ യു പി സ്കൂളിലെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ അധ്യാപകർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ശബ്ദം തന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരും, എനിക്കും വലിയ ആഗ്രഹമുണ്ട്. ഇങ്ങനെ കുഞ്ഞുങ്ങളും ടീച്ചർമാരൊക്കെ ഇങ്ങനെ കളിക്കുമ്പം എനിക്കും ഒരു നിമിഷമെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ, അന്ന് പഠിച്ചിരുന്നുവെങ്കിൽ എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ദൈവം അങ്ങനത്തെ ഒരു കഴിവ് തന്നില്ല. ഇപ്പോൾ അതിൻ്റെ നല്ല വിഷമമുണ്ട്. അന്ന് സ്കൂളിൽ പോയപ്പം മാങ്ങ പെറുക്കാനും പുളി പെറുക്കാനും മറ്റ് കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ശ്രദ്ധ. അതുകൊണ്ട് ഇങ്ങനെ സർഗവാസനകൾ വളരെ പിന്നിലോട്ടായിപ്പോയി. പിന്നെ ഇവർ പറയുന്നത് പോലെ ഞാൻ പാടത്തില്ല. പക്ഷേ എനിക്ക് കവിതകൾ ഇഷ്ടമാണ്. ഈ കവിതകൾക്ക് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും രണ്ട് വരിക്ക് അപ്പുറത്തേക്ക് അതിനുള്ള സ്കോപ്പില്ല എന്ന് വിചാരിക്കുന്നു. പറ്റുന്നത്ര രണ്ട് വരിയിൽ അത് ഒതുക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യം നിങ്ങളൊരു കൈയടി കാട്ടോ. കാരണം എനിക്ക് തീരെ ഫിസിക്സ് വരില്ല, ശരീരങ്ങൾ തീരെ മേലാത്തൊരവസ്ഥയാണ്. കാരണം ഇത് പാട്ടിലിട്ട് നിങ്ങൾ ചെയ്യത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ നേരത്തെ ചോദിച്ചു വാങ്ങിയതാണ്. പറ്റുന്നത്ര നോക്കാട്ടോ. കാരണം ഇവിടെ ഇരിക്കുമ്പോഴെല്ലാം എനിക്ക് പേരൻസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് ആഗ്രഹം തോന്നുന്നത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ളൊരു അവസരം സ്റ്റേജിലൊക്കെ കിട്ടാൻ ഭാഗ്യമുള്ള മക്കളും അതേപോലെ ഭാഗ്യമുള്ള അച്ഛനും അമ്മമാരാണ് നിങ്ങൾ. നമ്മുടെ മക്കളുടെ ഇത്തരം സന്തോഷങ്ങളിൽ നിങ്ങളും പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇനി അവരുടെ ഓരോ വളർച്ചയും നിങ്ങളുടെ കൺമുമ്പിലൂടെ പോകുമ്പോൾ നിങ്ങളതിൽ പങ്കെടുക്കുക, അതിനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അമ്മമാരെക്കുറിച്ചുള്ള ഒരു രണ്ട് വരി ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അന്ന് ചോദിക്കും അച്ഛനില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷെ ഒരുപടി അമ്മയുടെ ഒരു ഇഷ്ടം കൂടുതലായതുകൊണ്ടും അമ്മമാരെ എടുക്കുന്ന എഫർട്ടും അതിനുപരി അമ്മമാരെ ഇവിടെ അയക്കാനുള്ള അച്ഛന്മാരുടെ ആ ഒരു സ്നേഹമൊക്കെ തന്നെയാണ് കവിതകളിലൂടെ പറഞ്ഞു പോകുന്നത്. ഈ ഈ പാട്ടു തന്നതിന്നമ്മ, ഈ വാക്കു തന്നതിന്നമ്മ, ഈ നന്മ തന്നതിന്നമ്മ, പൊന്മകനെ നന്നായി വരേണമേ എന്നിൽ കനിഞ്ഞരുന്നമ്മ, പൊന്മകളെ നന്നായി വരേണമേ എന്നിൽ കനിഞ്ഞരുന്നമ്മ, ഈ വാക്കു തന്നതിന്നമ്മ, ഈ നന്മ തന്നതിന്നമ്മ, എത്ര തന്നാലും തീരാത്ത സ്നേഹമായി മൊഴികളിൽ താലോലമായി അമ്മ തൻ നെഞ്ചിൽ നിലാവ്, പുലരിയിലെ നീത്തിവിളക്ക്, ഈ വാക്കു തന്നതിന്നമ്മ, ഈ നന്മ തന്നതിന്നമ്മ. സന്തോഷം. അമ്മയെ ഓർമ്മ വന്നു. പാടാൻ അറിയാത്ത ആളാണ് നമ്മളെല്ലാം എന്തോ ഒരു മയക്കത്തിലാക്കി എങ്ങോട്ടോ കൊണ്ടുപോയി. ഈ ഒരു ഓർമ്മയിൽ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ ഓർക്കാൻ അവസരം നമുക്ക് തന്ന നമ്മുടെ പ്രജിത മാഡത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി ഇവിടെ ഞങ്ങളെ കൂടെ ഒക്കെ ഉൾപ്പെടുത്തി കളിക്കാനൊക്കെ തയ്യാറായതാണ്. പക്ഷെ ഞങ്ങൾക്ക് അത് ഇത്രയും കൊണ്ട് പറ്റുന്നില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പറ്റിയ ഒരു പാട്ടും ഫ്യൂഷനും ഒക്കെ ആയിട്ട് എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ മക്കൾ ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട്. സുജിത, മെറീന, ശാരിത. ഇതിലൊന്നും ഉൾപ്പെടാതെ നമ്മുടെ
ബിനി ടീച്ചറിൻ്റെ ഇരിപ്പ് കാണുമ്പം സത്യത്തിൽ എനിക്ക് സങ്കടവും തോന്നി. ടീച്ചറിനെ ഞങ്ങൾ അധികം തുള്ളിക്കാതിരിക്കുകയാണ്. കാരണം 5 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സ്വപ്നം പൂവണിയാനിരിക്കുമ്പോൾ സ്റ്റേജിൽ കയറ്റി നമുക്ക് ആഗ്രഹം അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു ഇതൊക്കെ ഒരു ദിവസം ഞങ്ങൾ വിളിക്കും വാർഷികത്തിന് അന്ന് വരിക. ഇത് കഴിഞ്ഞ ഉടനെ നമ്മുടെ ടീച്ചർ ഒരു പാട്ട് പാടും. ടീച്ചറോട് ഇരിപ്പുണ്ട്. ടീച്ചർ അതിന് തയ്യാറായി തന്നെ ഇരിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. സ്റ്റേജിലേക്ക് മെറീന ടീച്ചർ, ശാരദ ടീച്ചർ, അതേപോലെ സുജിത ടീച്ചർ.